സഹിഷ്ണുതയുടെ ഒരു ഭാഗം ഒരു ഭാഗത്തുണ്ടായിരുന്നു. കോൺഗ്രസിലായിരുന്ന ആ സമയത്ത് പോലും ദേശീയ മാപ്പിള എന്നുള്ള വിധത്തിൽ അകറ്റി നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നാട്ടിൽ ഇങ്ങനെ ആവല്ലല്ലോ, വേറെ നാടൊന്നും ഇങ്ങനെയല്ലല്ലോ എന്നുള്ള ഒരു പ്രയാസം എന്നിലുണ്ടായിരുന്നു. മുസ്ലിം യത്തീംഖാനയുടെയും TAMന്റെയും ഔദ്യോഗിക ഭാരവാഹിത്വം താങ്കൾ വഹിച്ചിട്ടുണ്ടാവുക? ഇല്ല, ഞാൻ TAMന്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിന് വഹിച്ചിട്ടില്ല. കമ്മിറ്റി അംഗമായിരുന്നു? ഇല്ല, ഞാൻ ജനറൽ ബോഡി മെമ്പറായിരുന്നു. ജനറൽ ബോഡി മെമ്പർ. പിന്നെ യത്തീംഖാനയിൽ ഞാൻ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട്. അവിടെയും ജനറൽ ബോഡി മെമ്പറാണ്. പക്ഷേ TAMൽ ഇപ്പം ഞാൻ ജനറൽ ബോഡി മെമ്പറല്ല. അത് കഴിഞ്ഞ ബോഡി മെമ്പർഷിപ്പ് ഒതുക്കുന്ന സമയത്ത് ഞങ്ങൾ കുറേ പേർക്ക് അവർ മെമ്പർഷിപ്പ് നിഷേധിച്ചതാണ്. CPM അനുകൂലിയായതുകൊണ്ടാണ്? CPM അല്ല, പലരും അവരുടെ താല്പര്യങ്ങൾക്ക് എന്തോ മുൻതൂക്കം നൽകിക്കൊണ്ട് അവർ കുറേ ആൾക്കാരെ ഒഴിവാക്കി. അത് CPM മാത്രമല്ല, പാർട്ടിയിലുള്ളവരും അതുപോലെ തന്നെ അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും അല്ലാത്തവരുമായി കുറേ പേരെ ഒഴിവാക്കിയിരുന്നു. അതിന് കേസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം അത് ഇപ്പോൾ നല്ലൊരു സ്ഥാപനം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതൊന്നും ഞാൻ എതിർ നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനൊന്നല്ല. അത് നടക്കട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ചെറിയൊരു ത്യാഗത്തിന് തയ്യാറാണ്. കാരണം എൻ്റെ നാട് അങ്ങനെ ഒരു വിഭാഗീയതയുടെ അല്ലെങ്കിൽ മതപരമായ ഭിന്നിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചേരിതിരിഞ്ഞുകൊണ്ട് ഒരു യുദ്ധപ്രഖ്യാപനവുമായി അല്ലെങ്കിൽ അങ്ങനെ കലയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഇടപെടാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ ചെയ്യരുത്, തെറ്റാണ് എന്ന് പറയാൻ കഴിയുമെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സുഹൃതമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിതിന് തയ്യാറാകുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ എത്രയോ എനിക്കുണ്ട്. ആ അനുഭവങ്ങൾ പലപ്പോഴും എനിക്ക് വലിയ വെല്ലുവിളിയായി വന്നിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഞാൻ സജീവമായി ജനങ്ങളുടെ ഇടയിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയാനും അത് ചെയ്യരുത് എന്ന് അവരെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ധ്രുവീകരണത്തിന്റെ പ്രധാന കാരണം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നാണോ? മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രയാസപ്പെടുത്തിയെന്ന് ഞാൻ പറയില്ല. അങ്ങനെ പാർട്ടിയിലെ ഉന്നതരായ നേതാക്കളൊക്കെ എൻ്റെ വളരെ അടുത്ത, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതൊന്നുമല്ല, ഇനിയും ഒരുപാട് രാഷ്ട്രീയപരമായ പാഠങ്ങൾ പഠിക്കേണ്ട ഒട്ടേറെ പേരുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. അതും മുസ്ലിം ലീഗായാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനങ്ങനെയാണ് ചിന്തിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട്, നാടുമായി ബന്ധപ്പെട്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ടുന്ന വികസന പ്രവർത്തനങ്ങളിൽ അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലുള്ള ഒരിടപെടലാണ്. അതിന് മതപരമായി ജാതിപരമായി വേർതിരിച്ച് കാണുക എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ മുസ്ലിം ലീഗ് എന്നെ വ്യക്തിപരമായി എന്നെ വേദനിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് രാഷ്ട്രീയ എതിരാളികളെയല്ല. അത് രാഷ്ട്രീയത്തിൻ്റെ വഴിയിൽ നമുക്കതിനെ കാണാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനൊക്കെ കഴിയും. പക്ഷേ പലപ്പോഴും ചില അസൂയാലുക്കൾ, അങ്ങനെയാണ് ഞാൻ പറയാറുള്ളത്. പ്രവാചകൻ പോലും പലപ്പോഴായി പറഞ്ഞത് നമ്മൾ ചില കണ്ണുകളെ ശ്രദ്ധിക്കണം എന്നാണ്. അസൂയാലുക്കളുടെ കണ്ണുകളെ ശ്രദ്ധിക്കണം. അങ്ങനെ പലപ്പോഴും ഞാൻ പല ഉദ്യമത്തിലേക്കും ഞാൻ വളരെ സന്മനസ്സോട് സൗഹൃദത്തോടെ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വരുമ്പോൾ ചില അസൂയാലുക്കൾ എന്നെ പലപ്പോഴായി എതിർക്കാനും അതുപോലെ തന്നെ ഒളിയം പെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് പാർട്ടിക്ക് പുറത്താണോ പാർട്ടിക്കുള്ളിലുള്ളതാണോ? പാർട്ടിക്കുള്ളിൽ വരുന്നത് ഞാനിപ്പാണല്ലോ, പാർട്ടിക്ക് പുറത്ത്. പാർട്ടി എന്ന് പറയുന്നത് എന്നിലൊരു പൊതുപ്രവർത്തകനെ കാണുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ CPM ആണ്, ഇടതുപക്ഷമാണ്. എന്നിലൊരു പൊതുപ്രവർത്തകന് ഉള്ള എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ്. നേരെമറിച്ച് ഞാൻ അതേ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാളെ കിട്ടുക എന്നുള്ള ഉദ്ദേശമാണോ CPMന്? അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ നാദാപുരത്ത് 1987 വിദ്യാഭ്യാസം കഴിഞ്ഞ് നാദാപുരത്ത് തന്നെ, ഞാൻ ഗൾഫിലൊന്നും സ്ഥിരമായിട്ട് പോയ ആളല്ല, നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പൊതുവേദിയിൽ പൊതുപ്രവർത്തനത്തിലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴായി അവിടെയുള്ള ചില സമൂഹം നിഷേധിച്ചു. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞ യത്തീംഖാന, അതുപോലെ തന്നെ ഐഡിയൽ ഇസ്ലാമിക് സൊസൈറ്റി, TAM, MET പോലെയുള്ള സ്ഥാപനങ്ങളിൽ യാതൊരു കാരണവുമില്ലാതെ അകറ്റി നിർത്തുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടായി. എന്തായിരിക്കും മാറ്റിയെടുത്താനുള്ള കാരണം? ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇവിടെയൊക്കെ ഉന്നയിച്ച പ്രശ്നങ്ങൾ വളരെ പ്രസക്തമാണ്. ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ പ്രധാനമായും അഴിമതി, അതായിരുന്നു ഞാൻ ഉന്നയിച്ച ഒരു പ്രശ്നം ഏറ്റവും ഉണ്ട്. കാരണം പലപ്പോഴായി ഈ സ്ഥാപനങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പിടിപ്പുകേട് കൊണ്ടോ മറ്റോ നടക്കുന്ന അഴിമതികളും അതുപോലെ തന്നെ പല സ്വജനപക്ഷപാതങ്ങളും നടത്തിപ്പിലുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങൾ ബന്ധപ്പെട്ട് ഞാൻ പരാമർശിച്ചപ്പോൾ എനിക്കതിന് വളരെ വലിയ തിരിച്ചടി ഉണ്ടായി. അപ്പം അതിനെതിരെ അവളെ ആളെ കൂട്ടുകയും എന്നെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധനായി പോലും ചിത്രീകരിച്ചുകൊണ്ട്, അങ്ങനെയാണ് പലരും പറഞ്ഞത്, മാപ്പിള വിരോധിയാണ്.
അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു ചിത്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഇതിൻ്റെ ഒന്നും പുറത്തു നിൽക്കേണ്ടി വന്നത് ഇതിൽ നിന്ന് എനിക്ക് വല്ല നേട്ടങ്ങൾ കിട്ടാത്തതുകൊണ്ടൊന്നല്ല. ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്നാൽ കഴിയുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പക്ഷേ തെറ്റ് കണ്ടപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ട അവസ്ഥ വന്നു. ആ അവസ്ഥയിൽ എന്തോന്നറിയില്ല എന്നെ അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ കണ്ടത്, അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ ഞാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത് തീർച്ചയായും CPM ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ CPM ആയി അടുത്ത് ബന്ധപ്പെട്ടത്. ന്യൂനപക്ഷ വിഭാഗക്കാരെന്നുള്ള പരിഗണനക്കാൾ ഉപരിയുള്ള പരിഗണന CP സലാമിന് പാർട്ടി നൽകിയിട്ടുണ്ടോ? എത്രയോ നൽകിയിട്ടുണ്ട്. ന്യൂനപക്ഷം എന്നുള്ളത് മാത്രമല്ല, അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നതിൽ ശരിയില്ല. കാരണം ന്യൂനപക്ഷത്തിന് പ്രത്യേക ഒരു കോട്ടയൊന്നും പാർട്ടിയിലില്ല. പാർട്ടിയുടെ സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ CP സലാമിനേക്കാൾ സീനിയോറിറ്റിയുള്ള ഒരുപാട് പേർ നിലവിലുണ്ട്. അവരെയൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ഇപ്പോൾ CP സലാമിന് ബ്ലോക്കിലേക്ക്, അതും LDFന്റെ CPMന്റെ സിറ്റിംഗ് സീറ്റായ പുറമേരി തന്നിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു തകരാറ്. CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എടുക്കുന്ന സ്ഥാനാർത്ഥി തീരുമാനം എന്ന് പറഞ്ഞാൽ മറ്റു കക്ഷികൾ എടുക്കുന്നതിൽ വ്യത്യസ്തമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ മനസ്സിലാവും. സീനിയോറിറ്റിയിൽ ആർക്കും സീറ്റ് കൊടുക്കുന്ന പരിപാടി CPMലില്ല. സ്ഥാനാർത്ഥി മോഹികളായി CPMൽ ആരുമില്ല. പാർട്ടി തീരുമാനിക്കാണ്. അല്ല, ഒരു 5 വർഷം മുമ്പ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്ത CP സലാം ഇപ്പോൾ CPMന്റെ തട്ടകത്തിൽ, CPMന്റെ ഷുവർ സീറ്റിൽ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഈ ഒരു വൈരുദ്ധ്യമാണ്. അതിൽ ഒരു വൈരുദ്ധ്യമില്ല. കാരണം ഞാൻ 15 വർഷം മുമ്പേ തുടങ്ങി വെച്ചതാണ്. 5 വർഷമല്ല, 15 വർഷം മുമ്പേ തുടങ്ങി വെച്ച രാഷ്ട്രീയ പ്രവർത്തനമാണ്, പൊതുപ്രവർത്തനം. കഴിഞ്ഞ 5 വർഷം എനിക്ക് അത് എന്നിൽ ഏൽപ്പിച്ചപ്പോൾ എനിക്ക് അതിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങളിൽ എനിക്ക് വളരെ സജീവമായി ഇടപെടാനും ജനങ്ങളുടെ ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ തീർച്ചയായും പാർട്ടി ഞാൻ ആ ജോലിക്ക്, ആ പണിക്ക് കൊള്ളുമെന്ന് മനസ്സിലാക്കിയിട്ടാണോ അവർ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. അല്ലാതെ പാർട്ടിയിലെ സീനിയർ മെമ്പർക്ക് സീറ്റ് കൊടുക്കുക, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി മെമ്പർക്ക് അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രവർത്തകർക്ക് സീറ്റ് നിഷേധിക്കുക എന്നുള്ള സംവിധാനമൊന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CPMലില്ല. ഓരോ പ്രദേശത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയാവുന്ന വ്യക്തികളെയാണ് സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കുന്നത്. ഈ പ്രധാനമായിട്ടും CP സലാമിനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വളരെ സജീവ സാന്നിധ്യമാണ്. ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് സലാമിന്റെ പങ്കാളികളായിട്ട് പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ? പാർട്ടിയിൽ അങ്ങനെ സാമ്പത്തികമായ ശേഷിയുള്ള ആൾക്കാരൊന്നും ആരുമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇവിടെ സാമ്പത്തികമാണല്ലോ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഏറ്റവും വലിയ മൂലധനം, സാമ്പത്തികമാണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാത്ത, ഇനി അതല്ലെങ്കിൽ നിരോധിച്ച ഒരു ബിസിനസ് ഒന്നല്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അനുവദനീയമായ ബിസിനസ്സാണ്. പിന്നെ അതിലൂടെ നമ്മൾ മാഫിയ പ്രവർത്തനം നടത്തുന്നുണ്ടോ ഉള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. മാഫിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു പദ്ധതി വരാനിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ഭൂമി മുഴുവൻ കൈക്കലാക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബിസിനസ് നടത്തുക എന്നുള്ളതാണ് മാഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലും ഞാൻ അനുഭവിച്ചത് ചില അപവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അസൂയാലുക്കളിൽ നിന്നാണ്. ഏതൊരു ബിസിനസ്സുകാരനും, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, ബിസിനസ്സിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. വളരെ ഹലാലായി ബിസിനസ് ചെയ്യുകയും ആ ബിസിനസ്സിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരെ സന്തോഷകരമായി കൊണ്ടുപോവുകയും അവരൊക്കെ നല്ല നിലയിൽ എന്നോടൊത്ത് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് കൾച്ചർ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയാവുന്നത്ര ബിസിനസ് പുരോഗമിപ്പിക്കാനുള്ള ശ്രമം എപ്പോഴും നടത്താറുണ്ട്, പുറകോട്ട് പോകാറില്ല. അതോടൊപ്പം തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യത്തോടൊപ്പമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതൊരു അപകടകരമായ കാര്യമാണെന്നുള്ളൊരു ബോധ്യം എനിക്ക്. ഈ റിയൽ എസ്റ്റേറ്റ് രംഗം, സലാമുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റിനെതിരെ പലപ്പോഴും CPM കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായിട്ടുണ്ട്. ഉദാഹരണമായി വിഷ്ണുമംഗലത്തെ കിണമ്പറക്കുന്ന്, കല്ലാച്ചിയിലെ വിവാദമായ മത്സ്യ മാർക്കറ്റ് പരിസരത്തെ സ്ഥലം, നാദാപുരം ഗവൺമെന്റ് ആശുപത്രി പരിസരത്തെ സ്ഥലം, ഈ കാര്യങ്ങളിലൊക്കെ CPM ശക്തമായിട്ട് തന്നെ സലാമിനെതിരെ രംഗത്ത് വരുന്നു. അവസാനം പാർട്ടി സംവിധാനത്തിലൂടെ CP സലാമിന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടുന്നു. ഈ ഒരു വൈരുദ്ധ്യമാണ്. അതാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. പാർട്ടി ഇതാരത സ്ഥലവും നോക്കിയിട്ടൊന്നല്ല ഇടപെടുന്നത്. പാർട്ടി ഇടപെടുന്നത് ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന പ്രാദേശികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി ഇടപെടുന്നത്. പാർട്ടി അതിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ
പാർട്ടി അതിൽ നിന്ന് പിന്നെ പിന്മാറുകയും ചെയ്തു. അതാണ് ഇപ്പൊ ഞാൻ പറയാം, ഞങ്ങൾ ഒരു ഉദാഹരണമായിട്ട് കിണമ്പറക്കുന്ന് വിഷയം പറയാം, പിന്മാറിയോ? പറയാം. കിണമ്പറക്കുന്ന് എന്ന് പറയുന്ന കുന്ന് ഞങ്ങൾ ഒരു 10-11 പേര് വരുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വാങ്ങിച്ചാണ്. ഞങ്ങളുടെ ഉദ്ദേശം അതിൽ ഒരു ഇടതുപക്ഷക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിൽ കഴിയാവുന്നത്ര ആൾക്കാർ എന്ത് ചെയ്യുക, ഇതിൽ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക. അത് എല്ലാ മതജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരെയും, പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ സ്ഥലം വാങ്ങിച്ചത്. അത് വളരെ വ്യക്തമാണ്, ഞങ്ങളത് പ്രഖ്യാപിച്ചതാണ്. അത് ഞങ്ങൾ മൈക്ക് കെട്ടി പറഞ്ഞതാണ് ജനങ്ങളോട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അത് വരാതിരിക്കാൻ വേണ്ടി ചരട് വലി നടത്തുന്നവർ തീർച്ചയായും ഉണ്ടാവും. അതാണല്ലോ നമ്മുടെ നാട്. ഞാൻ നേരത്തെ ഇതേപോലുള്ള ഒരു സ്ഥാപനത്തിന്റെ വക്താവാണ് ഞാൻ. MET എന്ന് പറഞ്ഞ സ്ഥാപനം അതിന്റെ തുടക്കം മുതലേ ഈ പ്രദേശം, അന്ന് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ബിസിനസ്സിന് പേര് നൽകി നാട്ടിൽ സജീവമായിരുന്നില്ല റിയൽ എസ്റ്റേറ്റ്. പക്ഷേ കല്ലാച്ചിയിലെ ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളില്ല അല്ലെ പ്രയാസമുള്ളൊരു പ്രദേശമെന്ന് പറഞ്ഞ് കേട്ടിരുന്ന പാലോഞ്ചാല കുന്ന് അന്ന് വിലക്ക് വാങ്ങിച്ച് അവിടെ ഒരു കോളേജ് സ്കൂളും സ്ഥാപിച്ചതിലുള്ള കമ്മിറ്റിയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് അങ്ങനെയുള്ള ഒരു ചിത്രമായിരുന്നു. പിന്നീട് ഞങ്ങളൊരു പ്രൊഫഷണൽ കോളേജ് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ കിണമ്പറക്കുന്നിൽ സ്ഥലം വാങ്ങിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് ഒരുപാട് എതിർപ്പുകൾ പ്രശ്നങ്ങളൊക്കെ അണിയറയിൽ ഉണ്ടായി. അല്ല, അത് പാർട്ടി നിലക്ക് ഒരിക്കലും അതിൽ ഇടപെട്ടില്ല. CPM കേന്ദ്രമാണ് വിഷ്ണുമംഗലം കടമ്പറക്കുന്ന്. അതെ, ആ കടമ്പറക്കുന്നിൽ 99% CPM പ്രവർത്തകരാണ്. ആ CPM പ്രവർത്തകരാണ് മുഷ്ടി ചുരുട്ടി CP സലാമിനെതിരെ പ്രകടനം വിളിക്കുകയും ടി കണാരൻ പരസ്യമായി മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ വെച്ച് സലാമിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. രണ്ട് തെറ്റിദ്ധാരണയാണ്. കലാച്ചിയിൽ നിന്ന് മന്ത്രി പങ്കെടുത്ത ചടങ്ങിലാണ് ഞാൻ തന്നെ ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ പറയുന്ന ഒരു CPM-ന്റെ ശക്തിയുള്ള സ്ഥലമാണ് പാലോഞ്ചാല കുന്ന്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പലപ്പോഴായിട്ടുണ്ടായ പ്രദേശമാണ് പാലോഞ്ചാല കുന്ന്. അത് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സ്ഥാപനം, ഇനി അതിനെ എതിർക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി പുതിയൊരു സ്ഥാപനം വരുന്ന സ്ഥിതിയിൽ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ താല്പര്യമാണ്. ഉദാഹരണത്തിന് ഞാൻ വളരെ വിശാലമായിട്ട് പോകുന്നില്ല, കാരണം ചർച്ച അതങ്ങനെ പോയി കഴിഞ്ഞാൽ ആരാണ് ചില ആൾക്കാരായിട്ട് ചില തൽപര കക്ഷികൾ, അത് പേരങ്ങനെ പറയാൻ പറ്റൂല. CPM-ന്റെ അകത്തുള്ള പാർട്ടിയല്ലത്, രാഷ്ട്രീയമൊന്നുമല്ല, വ്യക്തികളാണോ? അത് വേറെ വ്യക്തികൾ, വേറെ അവർക്ക് ചിലപ്പോൾ ഇതുപോലെ സ്ഥാപനങ്ങൾ നടത്താനുള്ള ഉദ്ദേശം ഉണ്ടാവും, ഇനി അതല്ലെങ്കിൽ ഇതേപോലെ വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും. അങ്ങനെയുണ്ട് പല ആൾക്കാരും നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴായി പ്രദേശവാസികളൊക്കെ സാധാരണക്കാരാണ്, അവർക്കൊന്നും ഇതിൽ താല്പര്യം. അവരെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചു എന്നാണോ? അവരെയല്ല, അവിടെ ഉണ്ടായത് കിളമ്പറക്കുന്ന് ഞങ്ങൾ അതിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി കോഴിക്കോടുള്ള വലിയ ഒരു കമ്പനിയാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. അപ്പോൾ അവർ പലപ്പോഴായി സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുന്ന് പിന്നെ ഒരു നല്ല ഒരു പച്ചപ്പുള്ള ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആക്കി മാറ്റണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശാനുസരണം നമ്മളവിടെ റബ്ബർ പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചു. റബ്ബർ ശരിക്കും പറയുകയാണെങ്കിൽ റബ്ബർ പ്ലാന്റ് ചെയ്ത ഭൂമിക്ക് ഒരു കാലി ഭൂമിയേക്കാൾ വില കുറവായിരിക്കും. ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ റബ്ബർ പ്ലാന്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ റബ്ബർ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ടാപ്പ് ചെയ്ത് കിട്ടുന്ന ഷീറ്റിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഭൂമിക്ക് വില നിശ്ചയിക്കുക. അപ്പോൾ ഞങ്ങൾ ആ ക്യാമ്പസ് ഒന്ന് മനോഹരമാകണം എന്ന ഉദ്ദേശത്തോടു കൂടി റബ്ബർ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളായി മുമ്പോട്ട് പോയി അവിടെയുള്ള നാട്ടുകാരൊക്കെ സംഗതി ബോധിപ്പിച്ചപ്പോൾ നാട്ടുകാരുടെ നല്ല സഹകരണവും അവരിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വർക്കേഴ്സായി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിത് കോൺട്രാക്ട് കൊടുത്താണ് ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ JCB പ്രൊക്ലൈൻ വെച്ച് പണിയെടുക്കുമ്പോൾ മേലെ നിന്ന് ഒരു കല്ല് താഴേക്ക് ഉരുണ്ടുപോയി. ആ ഉരുണ്ടുപോയ കല്ല് ഒരു വീടിനടുത്തെത്തിയപ്പോൾ അതൊരു വലിയൊരു അപകടത്തിൻ്റെ സ്ഥിതിയിലായി എന്ന് മനസ്സിലാക്കി ഞാൻ നേരിട്ട് ഇടപെട്ട് ഞാൻ പറഞ്ഞു, പണി നിർത്തിവെക്കണം, പണി ഈ മിഷ്യൻ വെച്ച് ചെയ്യാൻ പാടില്ല, മാനുവലായിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ പറഞ്ഞു അത് ഭയങ്കര പ്രയാസം. അവൻ എത്ര പ്രയാസം ഉണ്ടെങ്കിലും ചെയ്യാൻ, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, കാരണം ഇത് ഏറ്റവും വലിയ അപകടകരമാണ്, ഇങ്ങനെ കല്ലുരുണ്ടി വരാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇളകിയ കല്ലുണ്ടെങ്കിൽ കല്ല് മുഴുവൻ മറവ് ചെയ്യണം. അത് ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കളും ജനങ്ങളും ഉള്ള സമയത്താണ് ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തത്. പിന്നീട് നടന്ന ചില ഇടപെടലുകൾ, പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ അതിനെ വലിയ പരിപ്പിച്ച് കാണിക്കുകയും ഞങ്ങൾ അവിടെ എന്തൊക്കെയോ ഭൂമി ഇടിച്ച് പൊളിക്കുകയാണ് എന്നുള്ള കാര്യം ഊതി വീർപ്പിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി തീർക്കുകയും ചെയ്തു. ഇതിൽ ചില പാർട്ടി ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെ അതിൻ്റെ ആ തെറ്റിദ്ധാരണയുടെ ഒരു ദിവസത്തായിരുന്നു കല്ലാച്ചിയിൽ ഒരു മന്ത്രി പങ്കെടുത്ത പരിപാടി. ആ മന്ത്രിയോട് പ്രസംഗം നടത്തവേ ഒരു മാധ്യമപ്രവർത്തകൻ വന്ന് ചോദിച്ചു, കിളമ്പറക്കുന്ന് ഇടിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ആ കാര്യം ഞാൻ തന്നെ പറയാം സുഹൃത്തെ,
എന്ന് പറഞ്ഞു. ഞാൻ അവിടെ എണീറ്റ് നിന്ന് മൈക്കിൽ പറഞ്ഞു, കിണമ്പറക്കുന്ന് ഞങ്ങൾ ഇടിക്കാനും പൊളിക്കാനൊന്നും പോകുന്നില്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി